സാർ നമസ്കാരം. നമസ്കാരം. സാർ, ഒരു വിദേശ വ്യവസായി എന്ന നിലയിലും സജീവമായി കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിലും ഇപ്പോൾ നടക്കുന്ന 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും അതൊരു നല്ലൊരു ചോദ്യമാണ്. എൻ്റെ അനുഭവവും എൻ്റെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ 10 വർഷം ഒരു ഇടതുപക്ഷ സർക്കാരുകൾ ഭരിച്ചു. ഇനി അടുത്ത ആൾക്കാർ വരും, ആരാണെന്ന് നമുക്കൊരു ധാരണയില്ല. ചിലപ്പോൾ കാണുമായിരിക്കാം. പക്ഷെ എന്നാൽ പോലും ആദ്യം തന്നെ എനിക്ക് കഴിഞ്ഞ 10 വർഷത്തെ ചില കാര്യങ്ങൾ പറയാനകത്ത് ആദ്യം തന്നെ ഒരു താങ്ക്സ് പറയാനുള്ളത് പ്രതിപക്ഷത്തിനോട്. കാരണം 99% ഹർത്താലും ബന്ധവും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 10 വർഷം കടന്നുപോയത്. അത് തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് അതിൻ്റെ ആയിട്ടുള്ളൊരു പ്ലസ് കൊടുക്കണം. തിരിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ മനസ്സിലാക്കേണ്ട ചില 10 വർഷമായിരുന്ന കാര്യങ്ങൾ. ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നോക്കാൻ തീർച്ചയായിട്ടും ജനങ്ങളുടെ സാഹചര്യം അനുസരിച്ച്. എൻ്റെ അനുഭവം പറയാനാണെങ്കിൽ, ഞാനൊരു പ്രവാസി മലയാളി എന്ന നിലയിൽ പല കാര്യങ്ങൾ നോക്കുമ്പോൾ പല ഗുണകരമായിട്ടുള്ള പല വികസന പ്രവർത്തനങ്ങളും കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂനതകളും ധാരാളം ഉണ്ടായിട്ടുണ്ട്. ന്യൂനത ആദ്യം ഞാൻ പറയാം. നമ്മുടെ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ റീസെൻ്റ് നടന്നുകൊണ്ടിരിക്കുന്ന നഴ്സുമാരുടെ സമരം, അതുപോലെ ആശാ വർക്കർമാരുടെ സമരം, അങ്ങനെ ഒക്കെ ഓരോ വിഭാഗത്തെ നോക്കാനാണെങ്കിൽ സമരം ചെയ്യാൻ പറ്റാത്ത പല മേഖലകളുമുണ്ട്. അവർ ഇങ്ങനെ ഇരുന്നിട്ട് ആശങ്കപ്പെടാൻ മാത്രമേ പറ്റത്തുള്ളൂ. കാരണം അവർക്ക് ചിലപ്പോൾ ഇവരെ കണ്ടത്രയും വോള്യമായിട്ടുള്ള ആൾക്കാരില്ലാത്തത് കൊണ്ട് അവർക്ക് സമരം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പല മേഖലകളും കാണുമായിരിക്കും. അപ്പോൾ ഈ ആശാ വർക്കർമാരെ നഴ്സുമാരുടെ സമരം നടക്കാൻ നേരത്താണ് ഗവൺമെൻറ് ഇപ്പുറം ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ജയിലിൽ കിടക്കുന്ന തടവുകാർക്ക് ഇവരുടെ പകുതി, അത് ക്രിമിനൽസിന് 500-600 രൂപ ഡെയിലി വേജസ് എന്ന് പറയാൻ നേരത്ത് നമ്മുടെ കേരളത്തിലെ അല്ലെ മലയാളികളുടെ മാലാഖമാരെന്ന് പറയുന്ന അവരുടെ കാര്യത്തിന് എന്തുകൊണ്ട് സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല? അവിടെയാണ് ഈ കുട്ടികളെല്ലാം ഈ രാജ്യം വിട്ട് പോകണമെന്ന് വിചാരിക്കുന്നത്. അവരുടെ സേവനവും അവരുടെ ആഗ്രഹങ്ങളും അല്ല അവരുടെ ജീവിത നിലവാരം ഉയർത്തിയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഹെൽത്ത് മേഖലയിലൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അവിടെ അവർ ഈ സർക്കാരുകൾ ഇവരാണേലും നേരത്തെ ഉണ്ടാകുന്നത് പരിഗണിക്കുന്നില്ല. ഒരു നേഴ്സാകണമെങ്കിൽ എന്തുമാത്രം പൈസ ചിലവാക്കിയിട്ടാണ് ഒരു BSc നേഴ്സോ സാധാരണ ജനറൽ നേഴ്സോ ആയി വരുന്നത്. എന്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല? തിരിച്ച് ആശാ വർക്കർമാരുടെ കാര്യം പറയുമ്പോൾ ഗ്രാസ് റൂട്ടിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നവരാണ് ആശാ വർക്കർമാർ. അവരും ജീവിക്കണ്ടേ? അപ്പോൾ ഇതിനെ രണ്ടെണ്ണത്തിനെ മാറ്റി വച്ചിട്ടാണ് ക്രിമിനൽസിന് ഇത്രയും ഈ ഒരു ഇത് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് ഒരു അവിടെ ഒരു എൻ്റെ മാത്രം വിഷയം, എനിക്ക് സാറിൻ്റെ എന്താണെന്ന് എനിക്കറിയത്തില്ല. മാറ്റിവെച്ചിട്ട് കൊടുക്കുമ്പോഴാണ് എൻ്റെ വിഷയം വരുന്നത്. അതെ. രണ്ടാമത് ഈ വാർദ്ധക്യ പ്രാപിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെൻഷൻ 500 രൂപ കൂട്ടി. ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ സാറേ, നമ്മൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ നമ്മൾ നികുതി കൊടുത്തിട്ടാണ് അല്ലേ ജീവിച്ചു വരുന്നത്. എന്ത് ജോലി ആയിക്കോട്ടെ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വേണമെങ്കിൽ കൊടുക്കാം ഇല്ലേ? ഇപ്പം നമ്മുടെ നികുതി വരുമാനത്തിൻ്റെ 70% ചിലവാക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്. ഇവരും ജോലിയാണ് ചെയ്യുന്നത്, പുറത്തുള്ളവരും ജോലി ചെയ്യുന്നത് അല്ലേ? അവിടെ ഒരു അന്തരം താഴ്ന്നു തോന്നിട്ടില്ലേ? നമ്മളെല്ലാവരും പ്രായമായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. എങ്കിൽ എന്തുകൊണ്ടാണ് 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു ഏകീകൃതമായിട്ടൊരു പെൻഷൻ കൊടുത്തുകൂടാ? സർക്കാർ ജോലിക്കാർക്ക് അവർക്ക് കൊടുക്കണം പെൻഷൻ. എങ്ങനെ? അവർ കോൺട്രിബ്യൂട്ട് 2 പെൻഷൻ മേടിച്ചോട്ടെ, നമുക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ അതൊരു ഒരു ഒരു സമത്വം വരുന്നില്ല. ഇത് എല്ലാ ജനങ്ങളുടെയും വരുമാനം കൂട്ടിയിട്ട് 70% ഈ ഒരു വിഭാഗത്തിന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നു? ആ 70% ഈ പറയുന്ന നിയമം നടപ്പിലാക്കുന്ന നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന MPമാരും MLAമാരും മന്ത്രിമാരും അവരും ഈ പറഞ്ഞ ആൾക്കാർ മാത്രമാണ് കേരളം കൊണ്ട് സുഭിക്ഷമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ. അതെ. ഈ 60 കഴിഞ്ഞിട്ടുള്ള മറ്റുള്ളവരുടെ കാര്യം എന്താണ്? ഭയങ്കര രൂക്ഷമാണ് അടിത്തട്ടിൽ.
ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ മുന്നണി രാഷ്ട്രീയം കേരളത്തെ സംബന്ധിച്ചിട്ട് ഇരു മുന്നണികളായിരുന്നു. ഇപ്പോൾ മൂന്നാം മുന്നണി രൂപപ്പെട്ടു വരുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ മുന്നണികൾ പാലിക്കേണ്ടുന്നതായ, നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ഈ രാഷ്ട്രീയമായി നമുക്ക് ഈ ഒരു പ്രവാസി വ്യവസായി എന്നുള്ള നിലയിൽ സാറിന് മുന്നോട്ട് വെക്കാനുള്ള ഇനി വരുന്ന സർക്കാർ എന്തൊക്കെയായിരിക്കണം? ഇന്നലെ വരെ നടന്നതായിരുന്നോ ശരി, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ അതിനകത്ത് ആവശ്യമുള്ളത്? നാളെ ഏത് തരത്തിലൊരു കാഴ്ചപ്പാടാകണം? അതും കൂടിയൊക്കെ തെളിയണ്ടേ സാറേ? നമ്മുടെ ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം നമ്മളുടെ ജനങ്ങളുടെ ക്ഷേമമാണ്. ജനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാകണം, നമുക്ക് അടിസ്ഥാന വികസനം ഉണ്ടാകണം. ജനങ്ങളിലേക്ക് സാമ്പത്തികമായിട്ട് ഓരോ പൗരനും വളരായിക്കൊണ്ടിരിക്കണം. അവർക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി കൈവരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അതിന് വേണ്ടതെന്ന് വെച്ചാൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ അടിസ്ഥാന സൗകര്യം വേണം, ബാങ്കുകളുടെ സപ്പോർട്ട് വേണം, സുതാര്യമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞൊരു ലക്ഷ്യത്തിലേക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ 2050 പറയാൻ കാര്യമെന്ന് വെച്ചാൽ, സാർ ഒരു കാര്യത്തെക്കുറിച്ചൊരു ലക്ഷ്യം വെക്കുക. ആ ലക്ഷ്യത്തിന് വേണ്ടി സാർ ഇപ്പം തന്നെ നടന്ന് നീങ്ങിയാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ. ഇപ്പം സാറ് കുറച്ച് പൈസ ഒരു കാര്യത്തിന് ചിലവാക്കുന്നു, ഞാൻ വരുന്ന എൻ്റെ സർക്കാർ കുറച്ച് പകരം ഒരു സാധനത്തിനേക്ക് വേണ്ടി ചിലവാക്കുകയാണെങ്കിൽ അതിങ്ങനെ പതിയെ ആ സമയമാകുമ്പോൾ അത് പൂർണ്ണമാവും. അപ്പോൾ എന്ത് ചിലവാക്കിയാലും അതിനകത്തോട്ടാണ് പോകുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞ് സാറിൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യുന്നു, വേറെ സർക്കാർ വന്ന് അതിങ്ങനെ അങ്ങനെയല്ല. നമുക്കൊരു ലക്ഷ്യം വേണമല്ലോ. പക്ഷേ സാറ് പിന്നെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ഈ മുന്നണികളുടെ ഈ മാനിഫെസ്റ്റോ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഫ്രീ ബീസിൻ്റെ ഈ സൗജന്യ വാഗ്ദാനങ്ങൾക്ക് പിന്നാലെ അത് പിന്നെ വീണ്ടും നമ്മളെ പിറകോട്ടടിക്കും. സാറേ അതെന്ന് വെച്ചാൽ നമ്മളെ എവിടെ ഏതൊരു ജനതയ്ക്കും ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ജനം ഒരിക്കലും നന്നാവത്തില്ല. കാരണം അവരെ കൈനീട്ടാൻ പഠിപ്പിക്കുക, അവരെ കൊടുപ്പിക്കാൻ പഠിപ്പിക്കുക. അതായത് ഞാൻ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുത്തിരിക്കുക, എങ്ങനെയാണ് ഞാൻ ബിസിനസ് ചെയ്ത് എൻ്റെ വിഹിതം ഗവൺമെൻറ്റിന് കൊടുക്കണം. അങ്ങനെ ഓരോ പൗരനെ സമ്പന്നരാകാനായിട്ട് പഠിപ്പിക്കുക. അത് 1-2 ദിവസത്തെ പ്രക്രിയയല്ല. അത് നമ്മുടെ സ്കൂൾ തലം മുതൽ ഉണ്ടാക്കണം. നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച് ഏതെങ്കിലും ഒരു സ്കൂളിൽ നമ്മളെ സമ്പന്നരാകാൻ പഠിപ്പിക്കുന്നുണ്ടോ? അതെന്തുകൊണ്ടാണ് പഠിപ്പിക്കാത്തത്? അതിന് പകരമാണ് ഇപ്പോൾ ഫ്രീ ബീസ് കൊടുത്ത് മാറ്റി കിടക്കുന്നത്. നമ്മൾ സമ്പന്നരായ മാത്രമേ നമ്മുടെ സർക്കാരുകൾ സമ്പന്നമാകും. അപ്പം നമ്മൾ ദരിദ്രവന്മാരാണെങ്കിൽ സർക്കാരിന് എപ്പോഴും പിച്ചത്തട്ടി എടുക്കാനായിരിക്കും നേരം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 1500 രൂപയായിരുന്നു പെൻഷൻ അല്ലേ, അതിപ്പോൾ 2000 ആക്കി. പക്ഷെ 2000 ആക്കുന്നതിന് മുമ്പ് എത്ര ശതമാനം ഡ്യൂട്ടി ഇവർ വർദ്ധിപ്പിച്ച്? ശരിയാണ്, അത് ആരും ചിന്തിച്ചു നോക്കുമ്പോൾ 500 രൂപ വർദ്ധിച്ച്. പക്ഷേ അതിലും കൂടുതൽ പൈസ അവരങ്ങോട്ട് വലിച്ചിട്ടാണ് 500 രൂപ ഇങ്ങോട്ട് കൂട്ടിയിരിക്കുന്നത്. അല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല, കൊടുക്കാനും കഴിയില്ല. അപ്പോൾ ആ കൂട്ടുന്നതിൻ്റെ വേറൊരു കാര്യം കൊണ്ട് ഇപ്പോൾ 4 ലക്ഷം കോടി രൂപ നിലവിലെ സർക്കാർ കടം കൂട്ടി. ഇതാരാ കൊടുക്കേണ്ടത്? ഭരിക്കുന്ന സർക്കാരുകൾ കൊടുക്കുക, അല്ലെ വരുത്തി വെച്ച ഇവർ കൊടുക്കുക. വികസനം നടത്തിയിട്ടുണ്ട്. എന്ത് വികസനം നടത്തിയത്? അടിസ്ഥാന സൗകര്യത്തിന് നമ്മുടെ പോക്കറ്റിൽ നിന്ന് തന്നെയല്ലേ കൊടുക്കുന്നത്. ഇവരാരെങ്കിലും പ്രത്യേക ഇതുമല്ലോ വന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്ത് എഴുതിയേക്കുകയും ഇന്ന ആളുടെ ഇന്ന ആളുടെ സമ്പത്ത് അല്ല, ഇന്ന ആളുടെ ആസ്തി വികസന ഫണ്ട്. ഇവർക്ക് എവിടെയാണ് ആസ്തി വികസിക്കാനുള്ള ഫണ്ടുള്ളത്? ജനങ്ങളുടെ ഫണ്ടാണിത് ഇല്ലേ? ഇപ്പം 4 ലക്ഷം രൂപ ആരെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ച് കിട്ടാനുള്ളൊരു മാർഗം കൂടെ ഉണ്ടാക്കണമല്ലോ. അതിനാണ് അവർ ഈ നികുതിയെല്ലാം ഡബിളാക്കിയിരിക്കും. ഇവർ തത്വത്തിനും പറഞ്ഞ് ഞങ്ങൾ എല്ലാം വികസിപ്പിച്ചു. ആര് വികസിപ്പിച്ചെന്നാണ് പറയുന്നത്? ഇനി നമ്മൾ എത്ര കാലം കഷ്ടപ്പെട്ടിട്ടായിരിക്കണം ഇതൊക്കെ അടച്ചു തീർക്കേണ്ടത്? ആര് കൊടുക്കും? പക്ഷേ ഇവർക്ക് ചിലപ്പോൾ തത്വത്തിൽ നേട്ടം ഉണ്ടാക്കുകയാണ്. കടമെന്ന് വീഴുന്നത് ജനങ്ങളുടെ തലയിലാണ്. അവർക്ക് 4 ലക്ഷം കോടി കടം മേടിച്ച് വികസനം പെടുത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാക്കുകയാണോ ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ? പക്ഷേ ഇതിനെങ്ങനെയാണ് മറികടക്കുക? കടമില്ലാണ്ട് ഒരു ഗവൺമെൻറ്റിനെ എങ്ങനെ ഓടിക്കാനുള്ള അതിനെന്തെങ്കിലും പദ്ധതി നമ്മൾ നിർത്തിക്കൊണ്ടുണ്ടാകും. അങ്ങനെ പറയുമ്പോൾ പറയും ഞങ്ങൾ വഴിനീളെ തട്ടുകട തുറന്നിട്ടുണ്ട്. തട്ടുകട കൊണ്ട് നമുക്ക് എവിടെയാണ് സാറേ നമുക്കൊരു നേട്ടം ഉണ്ടാകുന്നു? സാറൊരു തട്ടുകട കടന്നു കഴിഞ്ഞാൽ ലൈസൻസ് പോലും എടുക്കണ്ട. അപ്പോൾ അത് ഗവൺമെൻറ്റിന് എന്താ ഗുണം? നേരെ ആ തട്ടുകടയുടെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലുമൊക്കെ അവർ വിഭാവനം ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അതല്ലേ വേണ്ടത്. ഞാൻ സാറിനോട്
ഏത് മുന്നണിയുടെ ഏത് കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നല്ലതെന്നോ എന്തൊക്കെ കാര്യങ്ങൾക്ക് മുന്നണി കുറവെന്നോ ഞാൻ ചോദിച്ചില്ല. പക്ഷേ സാറ് വളരെ മെയ്വഴക്കത്തോടെ സാറ് പറയാതെ തന്നെ ആരുടെയും പേരെടുത്ത് പറയാതെ സാറ് വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ നമ്മുടെ ഏതെങ്കിലും ഒരു പാർട്ടി മുന്നണി വിജയിക്കും, അവർ ഭരിക്കും. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും കാണേണ്ടുന്ന മുഖ്യമായും അവർ അടുത്ത തിരഞ്ഞെടുപ്പ് ജയിച്ച് ഭരണത്തിലേക്ക് വരുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. സാർ, അതിന് വേണമെങ്കിൽ ഈ ശരിക്കും പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും 2ഉം 3ഉം 1ഉം ഞാൻ ഒന്ന് പറയാൻ കാരണം വെച്ചാൽ ഇവർക്ക് ജാതിയോ മതമോ പൊളിറ്റിക്സോ ഒന്നുമില്ല. അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവർ കൈകോർത്തു. ഇതിനകത്ത് പ്രതീക്ഷയില്ലാതെ പോകുന്ന ഒരു ജനത മാത്രമാണ്. അവർക്ക് ആവശ്യമുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യും. ഈ ജനത അതും മേടിച്ച് ആയുഷ്കാലം അങ്ങോട്ട് പോവുക എന്ന് മാത്രമാണ് ഇന്ന് കാണുന്നത്. സമയം തരേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മുടെ കേരളത്തിൽ 2 മുന്നണിയുണ്ട്. 2 മുന്നണി എന്ന് പറയുന്നത് 2 കമ്പനിക്ക് തുല്യമാണ്. ആ കമ്പനി നടത്തുന്ന ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് ഉള്ളൂ. താഴെത്തട്ടിൽ ആർക്കും ബെനിഫിറ്റ് ഇല്ല. ചുരുക്കി പറഞ്ഞാൽ അതാണ് ഇപ്പം നടന്നത്. എന്താണെങ്കിലും കേരളത്തിൽ 3ാമതൊരു സംവിധാനം വന്നാൽ മാത്രമേ ഇത്രയും നാൾ ഈ 2 കൂട്ടർ ചെയ്തത് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ബോധമുള്ള ജനമാണെങ്കിൽ ഒരുപക്ഷെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അതിനുവേണ്ടി ശ്രമിച്ചാൽ ചിലപ്പോൾ നല്ലതായിട്ട് വരും. ജനം മാത്രമാണ് ഇതിന് ജനം മാറി ചിന്തിക്കണം. പക്ഷെ ഇവരതിന് അവസരം കൊടുക്കത്തില്ല. അതാണ് സത്യം. ആയിക്കോട്ടെ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.